മിഥുൻ തുടരുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. उस तरफ तब तक वहाँ से होटल्स काफी गिर चुके थे और यहाँ पे लोग कम से कम ये मान के चलिए आप 15 से 16 लोग थे मेरी नजरों में, वो जो सब खत्म हो गए वहीं पे ऑन द स्पॉट। मैंने देखा उनको अपनी आंखों से, मैंने उन्हें मरते हुए देखा है। वो लोग वहाँ पे खत्म हो चुके थे। उस तरफ के लोग काफी बचे थे, उस तरफ के लोग ऊपर की तरफ जा चुके थे, लेकिन इस तरफ के काफी लोग सब खत्म हो चुके थे क्योंकि पानी इसी तरफ आया था फ्रंट में। सबसे पहले बारिश बहुत तेज हो रही थी, हम लोग कुछ नहीं कर पाए, चिल्लाते रहे कर कुछ नहीं पाए हम लोग। पता नहीं कितनी हत्या हो गई, कितनी जान चले गई, पता नहीं क्या हो गया। हमारा गांव मारकंडे है, वहाँ से दिखता नहीं है, पर हमें फोन करा हमारे पड़ोसी ने कि ऐसा ऐसा हो गया, तो हम देखने आए। तब करीबन ऐसी 1:30 बजे की बात है शायद ना। फिर उसके बाद देखा हमने, फिर उसके बाद तो बहुत हो गया था, यहाँ पे बहुत आया, बहुत सारा ना। फिर यहाँ पे 2-3 मकान थे, उनके अंदर लोग थे, वो लग रहे थे बचाओ बचाओ चिल्ला रहे थे। फिर हम भी कुछ नहीं कर पाए, हम इधर साइड थे, फिर नदी भी बढ़ रही थी, पूरा मल में से पूरा लोग दब गए और बहुत नुकसान हो गया। ആ വലിയ ദുരന്തം ധരാലി എന്ന ഗ്രാമം ഒരു നിമിഷം കൊണ്ട് ആ ഒരു മിന്നൽ പ്രളയത്തിൽ ഇല്ലാതാകുന്ന, മാഞ്ഞു പോകുന്ന ആ ഒരു വലിയ ദുരന്തം, ഭീതിതമായ കാഴ്ച കണ്ട ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഒരു നിമിഷം കൊണ്ട് ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നിലവിളിക്കുക മാത്രമാണ് അവരെയും കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊരു വ്യക്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10-15ഓളം ആളുകൾ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് കാണേണ്ടി വന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, കഴിഞ്ഞ ദിവസം നമ്മളൊരു ദൃശ്യം കണ്ടതാണ്. അതായത് ഒരു നിമിഷം കൊണ്ട് മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് ഇത്തരത്തിൽ വലിയ പാറക്കഷ്ണങ്ങളും ചെളിയും വെള്ളവും മരങ്ങളും ഒക്കെ ആയിട്ട് കുത്തി ഒലിച്ച് വരുന്നത് കണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ജീവൻ കയ്യിൽ വെച്ച് ഓടുന്ന കുറേ മനുഷ്യരുടെ വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. ആ ഭീതിതമായ കാഴ്ച. പക്ഷേ അവർ ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതായി പോകുന്ന അത്രത്തോളം ദുരന്തപൂർണമായ ഒരു കാഴ്ചയായിരുന്നു. അതേക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ആ വ്യക്തികൾ പറയുന്നതും ആ ദൃക്സാക്ഷികൾ പറയുന്നത് കേട്ടതും. നമ്മൾ ഈ അവിടുത്തെ കണക്കുകളെക്കുറിച്ച് അതേക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്ക് തന്നെ മടങ്ങിയെത്തിയാൽ നമുക്കറിയാം, ഈ വയനാട്ടിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് അവിടെയുള്ള ഹോം സ്റ്റേകളൊക്കെ ഇത്രത്തോളം രജിസ്റ്റർ ഇല്ലാത്ത ഹോം സ്റ്റേകളുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്രത്തോളം വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ഒരു കണക്കുകൾ, ഔദ്യോഗികമായ രേഖകളില്ല എന്നൊരു സാഹചര്യമുണ്ട്. സമാനമായ അവസ്ഥയാണോ ഇവിടെയും? അറിയാ, നമ്മൾ ആ പ്രതികരണങ്ങൾ ആദ്യം കേട്ടതിലേക്ക് വരാം. ആദ്യം തൊപ്പി ധരിച്ചിരുന്ന യുവാവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം പകർത്തിയ ആ ദൃശ്യങ്ങളാണ് പിന്നീട് നമ്മളെല്ലാം കാണുകയും ചെയ്തത്. അത്രത്തോളം പ്രകൃതി സംഹാരം ആടിയതിൻ്റെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ, ആ ദൃശ്യങ്ങൾ പുറം ലോകത്തിലേക്ക് എത്തിച്ചത് ആ യുവാവ് തന്നെയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് വിളിച്ചു കൂവുന്നൊക്കെ കേൾക്കാം, ഓടി രക്ഷപ്പെടൂ എന്നൊക്കെ രീതിയിൽ അവർക്ക് പറയാനേ സാധിക്കൂ എന്നുള്ളതാണ്. മറുകുന്നിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് പിന്നീട് എത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നു ഈ ഒരു ദുരന്തത്തിന് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വെളിവാകുകയും ചെയ്തത്. മറ്റൊന്ന്, ഇപ്പോൾ ആര് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കണക്കുകളൊന്നും തന്നെ വ്യക്തമല്ല എന്നുള്ളതാണ്. കാരണം എത്രത്തോളം ഹോം സ്റ്റേകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചില വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. കാരണം അത് സംബന്ധിച്ചുള്ള കണക്കുകൾ സർക്കാരിൻ്റെ പക്കലില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടുത്തെ ജീവനക്കാരാരാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അവിടെ എത്രത്തോളം പേർ ജോലി നോക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ അതിലൊരു വ്യക്തത വരൂ എന്നാണ് CM ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലകളിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബഹുനില കെട്ടിടങ്ങളൊന്നും തന്നെ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളൊന്നും പാടില്ല എന്ന് തന്നെ നേരത്തെ ഉത്തരവൊക്കെ ഉള്ളതാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഹോം സ്റ്റേ പോലുള്ള പല റിസോർട്ടുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് നിൽക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പിന്നീട് ചർച്ചയാവാം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അത് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തത്. കാരണം സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, നേരത്തെ നമുക്ക് മുന്നിലുമുണ്ട്, കേരളത്തിൽ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് 1 വർഷം പിന്നിട്ടേ ഉള്ളൂ. ആ സമയത്തും അവിടെയും ഇതേ രീതിയിലുള്ള അനധികൃത ഹോം സ്റ്റേകളുടെ ഒക്കെ നിർമ്മാണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാരണമായേക്കാം
മാറിയേക്കാം അല്ലെങ്കിൽ മായിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ മേഖലകൾ, അതായത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ നിരന്തരം ഇത്തരത്തിൽ പല മിന്നൽ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. പക്ഷേ ഈ ഇത്രയും സംഭവങ്ങൾ വികാസങ്ങൾ ഉണ്ടായിട്ട് പോലും തന്നെ ഈ പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ എങ്ങനെ ഈ നിർമ്മാണങ്ങൾ നടക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമനം. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവിടെ കുടുങ്ങിയിട്ടുള്ള 28 മലയാളികളെ എയർലിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അവിടെ ദുഷ്കരമാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ശക്തമായ സൂചനകൾ പുറത്തു വരുമ്പോഴും അതിനെ അതേ നാണയത്തിൽ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കി മുന്നോട്ടു പോകാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യക്ക് മേലുള്ള തീരുവ 50% ഉയർത്തിയിരുന്നു ട്രംപ്. ഓഗസ്റ്റ് 27 മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും. We put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. But so I don't know if that had anything to do with it, but we've had very productive talks today. Yes, ma'am. If you do reach a deal with Ukraine and Russia, would you drop the additional tariffs on India? Well, we'll determine that later, but right now they're paying a 50% tariff. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിക്കും.